ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു വലിയ ആലോചനയിലാണ്, എങ്ങനെ മൂന്നാർ പോകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എന്താ ആലോചിക്കാനുള്ളത്, ഗൂഗിളിൽ പോവുക, മൂന്നാറും ടൈപ്പ് ചെയ്യുക, ലൊക്കേഷൻ എടുക്കുക, പോവുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായിട്ട് ഇടുക്കിയിൽ മഴ കാരണം കുറേ റോഡുകളൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇല്ലാത്ത ഏതെങ്കിലും റോഡുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് പെടാതെ തിരിച്ചു വരാനുള്ള ഏതെങ്കിലും റോഡുകളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ കൂടി ഒരു ബൾബർ പോലത്തെ ഒരു ഡ്രൈവർ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, ഞാൻ ഭയങ്കര ജോളിയായിട്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ പയ്യെ യാത്ര പുറപ്പെട്ടു. നമ്മൾ ഗൂഗിളിൽ നിന്നും കുറച്ച് ലൊക്കേഷൻസൊക്കെ എടുത്തു, പിന്നെ അതുപോലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കുറച്ച് റോഡുകളൊക്കെ വെച്ച് കുറേ ഊടുവഴികളിലൂടെയൊക്കെ കയറിയാണ് നമ്മളിപ്പം മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാർ അടുത്തെത്തിയിരിക്കുന്നത്. ഇവിടെ സിബ് ലൈൻ്റെ ഒക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രഷ് ആവുന്നൊരു ഫീലാണ്. ഫുള്ള് ക്ലൗഡ്സും അതുപോലെ തന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടൊരു അടിപൊളി ഫീലാണ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉള്ളത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡിലൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ട്. ഇനി മെയിൻ റോഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അറിയില്ല എന്താവുമെന്ന്. ഫുള്ള് മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുകയാണ് മൂന്നാർ. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ മഴയുണ്ട്, വലിയ ശക്തമായ മഴയല്ല, ചെറിയ രീതിയിൽ നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നൊരു മഴയുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂന്നാറിലേക്കുള്ള മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു ഇടവഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നു ഇന്ന് ഒരു 1 ഡേ മൂന്നാറിൽ സ്റ്റേ ചെയ്യാമെന്ന്. അപ്പം നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ പേരാണ് ടോൾ ട്രീസ്. ഇപ്പം അവരുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് അത്യാവശ്യം എംപ്റ്റി ആയിട്ടുള്ള റോഡാണ്, പക്ഷേ വിഷ്വലി അടിപൊളിയാണ് കാണാനായിട്ട്. കാരണം നമ്മൾ മൂന്നാറിലേക്കുള്ള മെയിൻ റോഡിൽ ഫുള്ള് ഇപ്പം തന്നെ ട്രാഫിക്കിൻ്റെ ആണെങ്കിലും ഭയങ്കര തിരക്കാണ്, ആളുകളും ട്രാഫിക്കൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഈ ഒരു റോഡെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു റോഡാണ്. അങ്ങനെ നമ്മൾ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി. ടോൾ ട്രീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കാർഡമം പ്ലാന്റേഷന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് അവരുടെ റിസപ്ഷൻ്റെ സൈഡിലുള്ള ഒരു ഏരിയയാണ്. ഇപ്പോഴും മഴ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൗണ്ട് തന്നെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാരണം വിശപ്പിൻ്റെ വിളി ഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ റൂം റെഡി ആവാനായിട്ട് ഒരു 1/2 hour എടുക്കുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ആ ടൈമിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് കഴിക്കാം. ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. റൂഫ് ഫുള്ള് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ സൈഡിൽ വിൻഡോസ് എല്ലാം തന്നെ ചില്ലിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ഒരു കാടിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫീലാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിലും പിന്നെ സൈഡിലായിട്ടുള്ള ബാൽക്കണിയിലും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. മഴ ഇപ്പോഴും നിന്നിട്ടില്ല, ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞും നല്ല തണുപ്പും നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന വഴിയിലുള്ളൊരു വാളാണ്. അവിടെ മൂന്നാറിലെ പഴയ ചരിത്രവും കാര്യങ്ങളെല്ലാം ഒരു പിക്ചേഴ്സ് സഹിതം വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു സൈഡിൽ കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വെയിറ്റിംഗ് ഏരിയ പ്ലസ് റീഡിംഗ് റൂമാണ്. ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ TV ഉണ്ട് ഈ ഏരിയയിലായിട്ട്. റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസിൽ ഇവർ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് വാളിൽ. അത് ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയിൽ ഇവർക്ക് സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ള ബേർഡ്സിൻ്റെയും പിന്നെ പലതരത്തിലുള്ള അണ്ണാന്മാരും അങ്ങനെ പല ജീവികളുടെ പിക്ചേഴ്സാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. വീഡിയോ കുറച്ച് ലോങ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളും റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവർക്കിവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. ട്രെക്കിങ്, പ്ലാന്റേഷൻ വിസിറ്റ്, അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ബൈ.